ഇവിടെ ജനങ്ങൾ നല്ല ഒബ്സർവേഷൻ നടത്തുന്നുണ്ട്. അതായത് യേശു ശിഷ്യന്മാരും അവർ സ്നാനം നൽകുകയാണ്. അപ്പോൾ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു. ആളുകൾ അവൻ്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു. അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി. അവർ യോഹന്നാനെ സമീപിച്ച് ചോദിച്ചു. അതായത് ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ഡിസ്ട്രാക്ഷനാണ്. ഈ ജനമുണ്ടല്ലോ, യഹൂദരും അവർ തർക്കിക്കുന്നത്, അവർ ഈ യോഹന്നാൻ്റെ അടുക്കൽ വന്ന് പറയുന്നത് എല്ലാവരും അവൻ്റെ അടുത്ത് പോവുകയാണ്. അതായത് ഗുരോ, ജോർദാൻ്റെ അക്കരെ നിന്നോടുകൂടെ ഉണ്ടായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവനിതാ ഇവിടെ സ്നാനം നൽകുന്നു. യേശു സ്നാനം നൽകുന്നതിനെക്കുറിച്ച് സ്നാപക യോഹന്നാൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്. ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുക. അതായിട്ടാണ് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെയാണ് ധ്യാനിച്ചത് ഈ വചനം ഭാഗം വായിക്കുമ്പോഴും. അപ്പോൾ എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോകുന്നു. നിൻ്റെ അടുത്തേക്ക് ആരും വരുന്നില്ല, എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, ഞാൻ അവന് മുമ്പ് അയക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് വളരെ മനസാന്നിധ്യത്തോടുകൂടെ സ്നാപക യോഹന്നാൻ സംസാരിക്കുകയാണ്. അവസാനം പറയുകയാണ്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഇതെങ്ങനെ പറയാൻ സാധിച്ചു?